ഹായ് ഫ്രണ്ട്സ്, അല്ലിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വാഴക്കൂമ്പാണ്. വാഴക്കൂമ്പ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കിട്ടുന്ന ഒന്നാണല്ലോ വാഴക്കൂമ്പ്. എന്നാൽ അധികമാരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മെനക്കെടാറില്ല. വാഴക്കൂമ്പിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ ആരും ഇത് വെറുതെ കളയുകയുമില്ല. വാഴക്കൂമ്പ് വിറ്റാമിനുകൾ, ധാതുക്കൾ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമാണ്. എനിക്കിന്നിവിടെ 3 വാഴക്കൂമ്പാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം അല്പം വലിപ്പമുണ്ടെങ്കിലും ബാക്കി 2 തീരെ ചെറുതാണ്. ഇത് ഞാൻ 2 ദിവസമായി ഒടിച്ചു വെച്ചിട്ട്, അതുകൊണ്ട് ഇതിൽ അല്പം വാടലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്തുള്ള കുറേ പോളകളെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ആണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്, പോളിഫെനോളുകൾ എന്നിവയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നത്. പ്രമേഹം നിയന്ത്രിക്കുവാനും ഇത് വളരെ ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അധിക പഞ്ചസാരയെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അങ്ങനെയാണ് ഇത് പ്രമേഹം കുറയ്ക്കുവാൻ സഹായിക്കുന്നത്. ഇത് തൊലിയെല്ലാം നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ഇതുപോലെ കുത്തി അരിഞ്ഞെടുക്കുക. തീരെ നൈസായിട്ട് എത്ര ചെറുതാക്കാമോ അത്ര ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് വൃത്തിയാക്കി എടുക്കുവാനും അരിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് എല്ലാവരും ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നത്. ഇതിലുള്ള കറ കയ്യിൽ പറ്റുമ്പോൾ കൈയെല്ലാം കറുത്തിരിക്കും. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണം. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളാകട്ടെ വളരെ പ്രധാനവുമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് ഇതിൻ്റെ കറ നീക്കം ചെയ്യുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൈകൊണ്ട് നല്ലപോലെ തേച്ച് തിരുമ്മി ഇതിൽ പിടിപ്പിക്കുക. മനുഷ്യരിലുണ്ടാകുന്ന വിളർച്ച തടയുവാനും ഇത് വളരെ ഫലപ്രദമാണ്. ഇതിലുള്ള ഇരുമ്പ് സത്ത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ച് വിളർച്ച തടയുവാൻ സഹായിക്കുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ നല്ലതുപോലെ ഇത് തിരുമ്മി യോജിപ്പിക്കുക. അപ്പോൾ അതിലുള്ള കറയെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. ഇത് അകാല വാർദ്ധക്യം തടയുവാൻ വളരെ നല്ല ഒരു ഔഷധമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിച്ച് അകാല വാർദ്ധക്യം തടയുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു, ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്ന വേദന കുറയ്ക്കുന്നു, അണുബാധകളെ പ്രതിരോധിക്കുന്നു. നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന പ്രശ്നങ്ങളെ അകറ്റാനും ശരീരഭാരം നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് അല്പം ഒരു അരമുറി തേങ്ങ തിരുവിയത്, ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ അല്പം ജീരകം, പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി. പച്ചമുളകാണെങ്കിലും ചേർക്കാം. എൻ്റെ അടുത്ത് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ചേരുവകളെല്ലാം വളരെ തരിതരിപ്പായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒന്നാണ് വാഴക്കൂമ്പെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇനിയും ഇതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നത് ശരിയല്ല. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നാം കടുക് ഇട്ട് കൊടുക്കുന്നു. നാം നിത്യേന കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഗുണവും ദോഷവും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കണം. വാഴപ്പഴമാണെങ്കിൽ കഴിക്കാൻ എളുപ്പമാണ്. എന്നാൽ വാഴപ്പഴത്തേക്കാൾ ഗുണങ്ങളേറെയാണ് വാഴക്കൂമ്പിനുള്ളത്. എന്നാൽ അത് നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരടപ്പ് വെച്ച് അടയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് ഇളക്കി വീണ്ടും അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. എൻ്റെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കൂടുതൽ തീയിട്ട് പെട്ടെന്ന് വേവിച്ചാൽ അതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടും. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ തട്ടിപ്പൊത്തി അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് ശേഷം തുറന്ന് നല്ലപോലെ ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം തോർത്തി നല്ല ഫ്രഷാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ സുഖപ്പെടുത്താനുള്ള കഴിവും വാഴക്കൂമ്പിനുണ്ട്. പിന്നെ ഇതിൽ വൈറ്റമിൻ എ, സി, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇത് ആഴ്ചയിൽ ഒന്നെങ്കിലും ഈ വാഴക്കൂമ്പ് കൊടുക്കേണ്ടതാണ്. എങ്കിൽ അവർക്ക് വിളർച്ച ഉണ്ടാവില്ല, രോഗപ്രതിരോധ ശേഷി കൂടും, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളിതുവരെ ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാനിടുന്ന ഷോർട്സ്, വീഡിയോസ് എല്ലാം കൃത്യമായി കാണണം. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ എല്ലാം ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ വളർച്ച. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.